ഓം ശ്രീ ആഞ്ജനേയായ നമ. MSB4 ആസ്ട്രോ റിസർച്ചിന്റെ വാരഫല വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ MS വിനീത്. ഈ ഒരു വീഡിയോയിൽ അടുത്ത ഒരാഴ്ചത്തെ ഫലം, വാരഫലം, ഇതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത്. അതായത് ഏപ്രിൽ 6 തീയതി മുതൽ 12 തീയതി വരെയുള്ള 27 നക്ഷത്ര ജാതകരുടെയും ഫലമാണ് ഈ ഒരു വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. ഈ വരുന്ന ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച രാത്രി വരെയുള്ള ഫലമാണ് പറയുന്നത്. എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താൻ കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി മേടക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മേടക്കൂർ നക്ഷത്ര ജാതകരായ അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം, ഇവർക്ക് വളരെ സമാധാനപരമായിട്ടുള്ള ഒരാഴ്ചയാണ് വരാൻ പോകുന്നത്. നിലവിൽ മേടക്കൂർ നക്ഷത്ര ജാതകർക്ക് കഴിഞ്ഞ ഒരാഴ്ച വരെ അൺനെസസറി ഒരുപാട് ടെൻഷൻസ്, വെറുതെയുള്ള ടെൻഷൻസും കാര്യങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന ആളുകളായിരുന്നു. അതായത് ജോലി സംബന്ധമായിട്ടുള്ള ടെൻഷൻസ്, ഫാമിലിയിലുള്ള വഴക്കുകൾ, കാര്യങ്ങൾ, അതെല്ലാം മാറി നിൽക്കാനുള്ള ആ ഒരു ദൈവാധീനം, ആ ഒരു ദൈവപരമായിട്ടുള്ള ആ ഒരു ദൈവികത നിങ്ങൾക്ക് ഈ ഒരാഴ്ച നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. പുതിയതായിട്ട് ജോലിക്ക് അന്വേഷിക്കുന്നവർക്ക് അത് കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടാവുന്നു. ധനപരമായിട്ട് വളരെ നല്ല സമയമാണ്. അതുപോലെ കർമ്മരംഗത്ത് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്ലേശങ്ങളൊക്കെ, ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഹയർ അതോറിറ്റീസ്, മാനേജേഴ്സിനെയൊക്കെ പ്രീതിപ്പെടുത്താനുള്ള ആ ഒരു ചെയ്യുന്ന വർക്കുകൾ പൂർണ്ണമായി അവരിലേക്ക് എത്തിപ്പെടുന്നു. അങ്ങനെ ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്നു. അതുപോലെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മാറി നിൽക്കാനുള്ള ആ ഒരു ദൈവികപരമായിട്ടുള്ള ഒരു കടാക്ഷം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഈ ഒരാഴ്ച മാറി നിൽക്കുന്നു. അതുപോലെ വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. നല്ല രീതിയിലുള്ള ബന്ധം വന്നു ചേരുന്നു. കുടുംബത്തിൽ നല്ല ഐശ്വര്യവും ശാന്തിയും ഉണ്ടാകുന്നു. കുട്ടികളിൽ നിന്ന് നല്ല വാർത്ത കേൾക്കാനുള്ള ഭാഗ്യം മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്നു. അതുപോലെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നല്ല സമയമാണ്. ബിസിനസ് എക്സ്പാൻഷൻ, പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും വളരെ നല്ല സമയമാണ്. സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഫിനാൻഷ്യൽ ഡീലിങ്സ്, സാമ്പത്തികപരമായിട്ടുള്ള ഡീലിങ്സ് ഒക്കെ ചെയ്യുമ്പോൾ പണമിടപാടുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അല്ലാതെയുള്ള ബുദ്ധിമുട്ടുകളും ഒന്നും ഇതിനകത്ത് ഉണ്ടാകുന്നതല്ല. ശത്രുപരമായിട്ട് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഈ ഒരാഴ്ച നിങ്ങളെ ഏൽക്കുന്നതല്ല, അതെല്ലാം മാറി നിൽക്കുന്നു. അതുപോലെ ഹയർ സ്റ്റഡീസിന് പുറത്ത് വിദേശത്തൊക്കെ പോയി പഠിക്കാൻ അങ്ങനെയുള്ള പ്ലാനിങ് ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അനുയോജ്യമായ കോഴ്സുകളൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റിയ ആ ഒരു ഭാഗ്യം, ആ ഒരു ദൈവികത നിങ്ങൾക്ക് ഉണ്ടാകുന്നു. അപ്പം മേടക്കൂർ നക്ഷത്ര ജാതകർക്ക് പൊതുവെ ശാന്തമായ സമാധാനം നൽകുന്ന ഒരാഴ്ചയാണ് വരാൻ പോകുന്നത്. നിങ്ങൾ ദേവതയെ കൂടി ഒന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ പൂർണ്ണമായും ആ ഒരു ദൈവികതയോടുകൂടി നല്ല രീതിയിൽ മുൻപോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അടുത്തത് ഇടവക്കൂർ നക്ഷത്ര ജാതകർക്ക് അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ഇടവക്കൂർ നക്ഷത്ര ജാതകരായ കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം പകുതി, ഇവർക്കും വളരെ ശാന്തവും സമാധാനവുമുള്ള ഒരാഴ്ചയാണ് വരാൻ പോകുന്നത്. ഇടവക്കൂർ നക്ഷത്ര ജാതകർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവർക്ക് ഈ മാർച്ച് 29 ശനി മാറ്റം സംഭവിച്ചപ്പോൾ ശനി ദോഷങ്ങളെല്ലാം മാറി ശനി അനുഗ്രഹ സ്ഥാനത്തേക്കാണ് വന്നിരിക്കുന്നത്. 11ാം ഭാവത്തിലേക്കാണ് ശനി വന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ശനി ദേവന്റെ പൂർണ്ണമായ ഒരു അനുഗ്രഹവും ഇവർക്ക് കിട്ടുന്നതാണ്. എല്ലാ രീതിയിലുള്ള തടസ്സങ്ങളും മാറി നിൽക്കുന്നു. പ്രത്യേകിച്ച് ബിസിനസ് രംഗത്തൊക്കെ പുതിയതായിട്ട് കാൽവെപ്പ്, അങ്ങനെ പുതിയ സ്റ്റാർട്ടിങ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. സാമ്പത്തികപരമായിട്ട് നേട്ടം കിട്ടാൻ ഉള്ള ഒരു ഭാഗ്യം അടുത്തൊരാഴ്ച നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ദൈവികപരമായിട്ട് നിങ്ങൾക്ക് നല്ല ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. ആരോഗ്യ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. പ്രത്യേകിച്ച് അനാവശ്യമായിട്ടുള്ള ടെൻഷൻസ് ഒക്കെ ഒന്ന് കുറയ്ക്കുക. ഹൃദയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ ഉള്ളവർ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ടെൻഷൻസ് ഒന്ന് കുറയ്ക്കുന്നത് വളരെ നല്ലതാണ്. കാരണം നിങ്ങൾക്ക് ഈ ഒരു ഇടവക്കൂർ നക്ഷത്ര ജാതകർക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അവർക്ക് എല്ലാ വിധത്തിലുള്ള ദൈവാധീനവും ഉണ്ട്. അവർ ഉദ്ദേശിക്കേണ്ട കാര്യങ്ങൾ ആ ഒരു കാര്യപ്രാപ്തിയിൽ, ആ ഒരു ഔട്ട്പുട്ടിൽ എത്തിച്ചേരാനുള്ള ആ ഒരു കടാക്ഷം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അതുപോലെ വിവാഹം ആലോചിക്കുന്നവർക്കും നല്ല രീതിയിലുള്ള ബന്ധം വന്നു ചേരാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നു. കുടുംബത്ത് സമാധാനം, ഐശ്വര്യം, അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള
അങ്ങനെയുള്ള വഴക്ക്, അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി നല്ല സമാധാനപരമായിട്ടുള്ള ഒരു ഫാമിലി അടുത്ത ഒരാഴ്ച നിങ്ങൾക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി ഒരു മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ സഹായിക്കുന്ന ഒരു ദൈവികത നിങ്ങൾക്കുള്ളതാണ്. അപ്പം ഇതൊക്കെയാണ് ഇടവക്കൂർ നക്ഷത്ര ജാതകർക്ക് അടുത്ത ഒരാഴ്ച വളരെ നല്ല സമയമാണ് വരാൻ പോകുന്നത്. അടുത്തത് മിഥുന കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ മകൈരം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ഭാഗം. മിഥുന കൂർ നക്ഷത്ര ജാതകർക്ക് ചെറിയ രീതിയിലുള്ള ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അടുത്ത ഒരാഴ്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങളൊക്കെ ഒന്ന് നിയന്ത്രിക്കുക. അതുപോലെ തണുത്ത ഭക്ഷണങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം ആരോഗ്യം മാത്രം നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക. ധനപരമായിട്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും കാണിക്കുന്നില്ല. അതുപോലെ തന്നെ ജോലി പുതിയതായിട്ട് അന്വേഷിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ഭാഗ്യം, ആ ഒരു ദൈവികത കൂടെയുണ്ട്. നിലവിൽ ജോലിയിൽ കണ്ടിന്യൂ ചെയ്തു പോകുന്നവർക്ക് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ് ജോലി പോകുന്നല്ല, അവർക്ക് ആ ഒരു ജോലിയിലുള്ള ഒരു വർക്ക് സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു നിൽക്കാനുള്ള സാധ്യത അടുത്ത ബുധനാഴ്ച വരെ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതിനുശേഷം നല്ല സമയം വരികയും ചെയ്യും. അപ്പോൾ ഈ ബുധനാഴ്ച വരെ നിങ്ങൾക്ക് ജോലിയിൽ ചെറിയ രീതിയിലുള്ള ടെൻഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വിവാഹം ആലോചിക്കുന്നവർക്കും ഈ വരുന്ന ബുധനാഴ്ച വരെ അത്ര നല്ല സമയമല്ല. അതിനുശേഷം നല്ല ബന്ധങ്ങൾ വന്നു ചേരുന്നതാണ്. ഹയർ സ്റ്റഡീസിനൊക്കെ പോകാൻ പ്ലാനിങ് ഒക്കെ ഉള്ളവർ ദൈവികപരമായിട്ടുള്ള ആ ഒരു കടാക്ഷം ആർജിച്ചെടുക്കണം. പ്രത്യേകിച്ച് കുടുംബ ദേവത, അതുപോലെ മരിച്ചുപോയ പിതൃക്കന്മാരുണ്ടെങ്കിൽ, തൊട്ടടുത്ത ബന്ധുക്കൾ ആരെങ്കിലും മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ അവരെ നല്ല രീതിയിൽ ഒന്ന് സ്മരിക്കുക. സ്മരിച്ചതിന് ശേഷം മാത്രം പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസിന് ഒക്കെ പോകാനുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെയുള്ള ആ ഒരു ദൈവാധീനത്തോടു കൂടി പോകുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത മിഥുനക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. പണമിടപാടുകൾ നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക. പണം അങ്ങനെ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. പണമിടപാടുകൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരും ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യുവാണെങ്കിൽ വളരെ ഒന്ന് സൂക്ഷിച്ച് ആ ഒരു വെൽ പ്ലാൻഡോട് കൂടി നല്ല രീതിയിൽ പോകാൻ ശ്രദ്ധിക്കുക. കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ പുണർദം കാൽഭാഗം, പൂയം, ആയില്യം, ഇവർക്ക് അടുത്ത ഒരാഴ്ച ദൈവികപരമായിട്ടും നല്ല സമാധാനവും ശാന്തിയും അതുപോലെ ധനപരമായിട്ട് വളരെ നല്ല സമയമാണ്. പ്രത്യേകിച്ച് ജോലിയിൽ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ല രീതിയിൽ ഒരു ദൈവികതയോടുകൂടി പോകാൻ ആ ഒരു ദൈവ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം കിട്ടുന്ന ഒരാഴ്ചയാണ് വരാൻ പോകുന്നത്. പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. അതുപോലെ തന്നെ വിവാഹം ആലോചിക്കുന്നവർക്കും ദൈവികപരമായിട്ടുള്ള കടാക്ഷം ഉണ്ടാകും. തടസ്സങ്ങളൊക്കെ മാറി നല്ല ബന്ധം വന്നു ചേരാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ ക്ഷേത്ര ദർശനത്തിനുള്ള ഭാഗ്യം ഉണ്ടാവുന്നു. ബിസിനസ് പരമായിട്ട് പുതിയതായി ബിസിനസ് എക്സ്പാൻഷൻ ഒക്കെ ശ്രമിക്കുന്നവർക്കും വളരെ നല്ല സമയമാണ്. അതുപോലെ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവരും ജസ്റ്റ് ഒന്ന് പ്ലാനിങ്ങോട് കൂടി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ദൈവികപരമായിട്ടും ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ദൈവികത ഉള്ള ഒരു സമയമാണ് വരാൻ പോകുന്നത്. പണമിടപാടുകൾ ഒന്ന് ശ്രദ്ധിക്കുക. ആരോഗ്യപരമായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാതെയുള്ള തടസ്സങ്ങളൊന്നും ഈ കർക്കിടക കൂറുകാർക്ക് അങ്ങനെയുള്ള അല്ലാതെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഈ ഒരാഴ്ച വരുന്നതല്ല. ഹയർ സ്റ്റഡീസിന് പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള ദൈവാധീനം ഉണ്ടാകുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത്. അടുത്തതായി ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ മകം, പൂരം, ഉത്രം കാൽഭാഗം. ചിങ്ങക്കൂർ നക്ഷത്ര ജാതകർക്ക് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ്. അവർക്ക് ബിസിനസ് റിട്ടേൺസ് ഒക്കെ നല്ല രീതിയിൽ നേടിയെടുക്കാൻ പറ്റിയ ഒരു ശുഭകരമായിട്ടുള്ള വാരമാണ് വരാൻ പോകുന്നത്. ബിസിനസ് എക്സ്പാൻഷൻ ഒക്കെ ശ്രമിക്കുന്നവർക്കും വളരെ നല്ല സമയമാണ്. പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നവർക്കും നല്ല സമയം തന്നെയാണ് വരാൻ പോകുന്നത്. പണമിടപാടുകൾ സൂക്ഷിക്കുക. ധനപരമായി നിങ്ങൾക്ക് നല്ല നേട്ടം ഉണ്ടാകാനുള്ള ഭാഗ്യം ഈ ചിങ്ങക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. കുട്ടികൾക്ക് ചെറിയ രീതിയിലുള്ള മടി, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. വിദേശത്ത് പോയി പഠിക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ, ഹയർ സ്റ്റഡീസിനൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കും ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ വിഘ്നേശ്വര
പ്രാർത്ഥന, വിഘ്നേശ്വര കൃപയുണ്ടെങ്കിൽ അങ്ങനെ തടസ്സങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ കുടുംബ ദേവിയെ സ്ഥിരവും പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ തടസ്സങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ശത്രുപരമായിട്ട് ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അടുത്ത ബന്ധുക്കൾ പോലും, അടുത്ത ബന്ധുമിത്രാദികൾ പോലും ശത്രുക്കളാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. സഹോദരങ്ങൾക്ക് വളരെ നല്ല സമയമാണ്. പ്രത്യേകിച്ച് ജോലി അന്വേഷിക്കുന്ന ഈ ചിങ്ങക്കൂർ നക്ഷത്ര ജാതകരുടെ സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ നല്ല സമയം. അതുപോലെ വിവാഹം ഒക്കെ ആലോചിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിലും വളരെ നല്ല സമയമാണ്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകുന്നു. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അഭിപ്രായപരമായിട്ടുള്ള ഭിന്നതകളൊക്കെ മാറി നല്ല രീതിയിലുള്ള ഒരു ദാമ്പത്യം ഉണ്ടാകാനുള്ള ആ ഒരു ദൈവികപരമായിട്ടുള്ള കടാക്ഷം ചിങ്ങക്കൂർ നക്ഷത്ര ജാതകർക്കെല്ലാം തന്നെ ഉണ്ടാകുന്നതാണ്. അടുത്തത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കന്നിക്കൂർ നക്ഷത്ര ജാതകരായ ഉത്രം മുക്കാൽ ഭാഗം, അത്തം ചിത്തിര പകുതി, ഇവർക്ക് അടുത്ത ഒരാഴ്ച ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. അവര് പ്രത്യേകിച്ച് ബിസിനസ് പരമായിട്ട് മണി ഡീലിംഗ് ഒക്കെ ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത കന്നിക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ ഏത് മേഖലയിലും ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വളരെ ഒന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. കുടുംബത്ത് നല്ല രീതിയിലുള്ള ഐശ്വര്യവും സമാധാനവും കാണിക്കുന്നു. പക്ഷെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചെറിയ രീതിയിലുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പം ഒരു ചെറിയ പൊരുത്തക്കുറവ് അത് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോവുകയാണെങ്കിൽ വഴക്ക് പരമാവധി നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ജോലിക്ക് ഒക്കെ അന്വേഷിക്കുന്നവർക്ക് കന്നിക്കൂർ നക്ഷത്ര ജാതകർക്ക് വളരെ നല്ല സമയമാണ്. അവർക്ക് ജോലി ലഭിക്കാനുള്ള ആ ഒരു പൂർണ്ണമായിട്ടുള്ള ദൈവാധീനം ഉണ്ടാകുന്നതാണ്. അതുപോലെ നിലവിൽ ജോലിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്കും നല്ല സമയമാണ്. ഗവൺമെന്റ് സർവീസിലൊക്കെ ജോലിയിൽ ഇരുന്ന് ട്രാൻസ്ഫർ ഒക്കെ ആഗ്രഹിക്കുന്നവർക്കും അങ്ങനെയുള്ള റിക്വസ്റ്റുകളൊക്കെ കൊടുത്തിട്ടുള്ളവർക്കും അതെല്ലാം സാങ്ഷൻ ആകാനുള്ള ഒരു കടാക്ഷം, ആ ഒരു ദൈവികത ഉണ്ടാകുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല സമയമാണ്. നല്ല രീതിയിലുള്ള ബന്ധം വന്നെത്താനുള്ള ഭാഗ്യം, ആ ഒരു ദൈവാധീനം ഉണ്ടാകുന്നു. വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം, ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. പക്ഷെ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ഉണ്ടാകാനുള്ള സാധ്യത കന്നിക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നു. ചിലവുകൾ നിയന്ത്രിച്ചു പോവുകയാണെങ്കിൽ വളരെ നല്ല കാര്യം തന്നെയാണ്. ഒരു പ്രോപ്പർ പ്ലാനിങ്ങോടുകൂടി ചിലവുകളൊക്കെ ഒന്ന് നിയന്ത്രിച്ചു നിർത്താൻ ശ്രദ്ധിക്കുക. അതുപോലെ ആരോഗ്യപരമായിട്ടുള്ള ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കന്നിക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. ആരോഗ്യം നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക. വെറുതെ അനാവശ്യമായിട്ടുള്ള ടെൻഷൻസ്, മാനസിക പിരിമുറുക്കം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് നിയന്ത്രിച്ച് ഒരു പ്രോപ്പറായിട്ടുള്ള യോഗ, മെഡിറ്റേഷൻ കാര്യങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള ടെൻഷൻസ് ഒക്കെ ഒന്ന് കുറച്ച് എടുക്കാൻ സഹായകരമാകുന്നതാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പൊതുവെ കന്നിക്കൂർ നക്ഷത്ര ജാതകർക്ക് വളരെ നല്ല സമയമാണ്. പക്ഷെ ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർ മാത്രം ഒന്ന് ജാഗ്രതയോടുകൂടി മുൻപോട്ട് പോവുക. പ്രത്യേകിച്ച് പണമിടപാടുകൾ മാത്രം നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക. അടുത്തായിട്ട് തുലാക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ ചിത്തിര പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം, തുലാക്കൂർ നക്ഷത്ര ജാതകർക്ക് പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക്, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത ബുധനാഴ്ച വരെ അത്ര നല്ല സമയമാവില്ല. അവർക്ക് ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ബുധനാഴ്ച വരെ കാണിക്കുന്നുണ്ട്. അപ്പം പ്രത്യേകിച്ച് വിസ പരമായിട്ടുള്ള ക്ലിയറൻസ്, അങ്ങനെ ജോലിക്ക് വേണ്ടിയുള്ള അപ്രൂവൽ ഒക്കെ കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ ബുധനാഴ്ച വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ദൈവാധീനം പൂർണ്ണമായിട്ടും ഉണ്ടാകുന്നതാണ്. അതുപോലെ നിലവിൽ ജോലിയിൽ നിങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു കുടുംബ ദേവിയെ ഒന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ മാറി നിൽക്കുന്നതാണ്. അതുപോലെ സാമ്പത്തിക ഇടപാടുകൾ ഒന്ന് ശ്രദ്ധിക്കുക. സാമ്പത്തികപരമായിട്ട് നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത തുലാക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. കുടുംബത്ത് നല്ല രീതിയിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകുന്നു. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഉള്ള ബുദ്ധിമുട്ടുകൾ, അഭിപ്രായ ഭിന്നതകളൊക്കെ മാറി നല്ല രീതിയിലുള്ള ഒരു ഫാമിലി ലൈഫ് നിങ്ങൾക്ക് ഓർഗനൈസ് ചെയ്തെടുക്കാൻ സഹായകരമാകുന്നു. നല്ല ദൈവാധീനം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. മാതാപിതാക്കൾക്ക് നല്ല
ആരോഗ്യം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളെല്ലാം മാറുന്നു. നല്ല ആരോഗ്യം ഉണ്ടാവുന്നു. ദൈവാധീനം പൂർണ്ണമായിട്ടും കിട്ടുന്നതാണ്. അതുപോലെ ഭാഗ്യപരമായിട്ട് നിങ്ങൾക്ക് നല്ല സമയമാണ് തുലാക്കൂർ നക്ഷത്ര ജാതകർക്ക്. പക്ഷെ ബുധനാഴ്ച വരെയുള്ള ദിവസം ജോലിയിൽ പുതിയതായിട്ട് പ്രവേശിക്കുന്ന അങ്ങനെ പ്ലാനിംഗ് ഒക്കെ ഉള്ളവർക്ക് തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യതയുണ്ട്. വിഘ്നേശ്വര പ്രീതി നേടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള തടസ്സങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ വിവാഹം ആലോചിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ വരുന്ന ഒരു ചൊവ്വാഴ്ച വരെ ഉള്ള സമയം, അത് കഴിഞ്ഞിട്ട് ഉള്ള ഒരു ദിവസം നല്ല കാര്യങ്ങൾക്കായി എടുക്കുക. കാരണം ചൊവ്വാഴ്ച വരെ ഈ വിവാഹപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അത്ര നല്ല സമയമായിട്ട് കാണിക്കുന്നില്ല. പ്രത്യേകിച്ച് പുതിയതായിട്ട് ഒക്കെ വിവാഹം ആലോചിക്കുന്നവർക്ക്, പെണ്ണ് കാണാൻ പോകുന്നവർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചൊവ്വാഴ്ച വരെയുള്ള സമയം അത്ര നല്ലതല്ല. അതിനുശേഷം നിങ്ങൾക്ക് നല്ല സമയമായിരിക്കും. അപ്പം ഇതൊക്കെയാണ് തുലാക്കൂർ നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. അടുത്തത് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ വിശാഖം കാൽഭാഗം, അനിഴം തൃക്കേട്ട. വൃശ്ചികക്കൂർ നക്ഷത്ര ജാതകർക്ക് അടുത്ത ഒരാഴ്ച പൂർണ്ണമായും ദൈവാധീനം ഉള്ള ഒരാഴ്ചയായിരിക്കും. ധനപരമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകാനുള്ള ആ ഒരു പൂർണ്ണ ദൈവാധീനം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. നിങ്ങൾ ആർക്കെങ്കിലും പണം ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു കിട്ടാനുള്ള ആ ഒരു കടാക്ഷം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ്. അവർക്ക് പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് നല്ല സമയമാണ്. പണം ഇടപാടുകൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. പുതിയതായിട്ട് ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്നവരും അവരൊന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുക. കണ്ണടച്ചാരെയും വിശ്വസിക്കാതിരിക്കുക. ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളെ ശത്രുക്കൾ അത്രയും കൂടുതൽ പ്രശ്നക്കാരായിട്ട് വരത്തില്ല ഈ ഒരാഴ്ച. നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ദൈവാധീനം, വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം, അതുപോലെ കുടുംബ ദേവി അനുഗ്രഹം, ഗണപതി ഭഗവാന്റെ അനുഗ്രഹം, ശിവകടാക്ഷം, ഇതെല്ലാം നിങ്ങൾക്ക് വൃശ്ചികക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. കുടുംബത്ത് സമാധാനം, ഐശ്വര്യം, അതുപോലെ കുട്ടികൾക്ക് നല്ല സമയമാണ്. പഠന മികവ് നല്ല രീതിയിൽ ഉണ്ടാകുന്നു. അതുപോലെ ഹയർ സ്റ്റഡീസിനൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കും വളരെ നല്ല സമയമാണ്. അവരുദ്ദേശിച്ച നല്ല രീതിയിലുള്ള കോഴ്സുകളൊക്കെ സെലക്ട് ചെയ്യാനും നല്ല രീതിയിലുള്ള ദൈവാധീനം ഉണ്ടാകുന്നതാണ്. പുതിയതായിട്ട് വാഹനം ഒക്കെ എടുക്കാൻ ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമാണ്. അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളും ഒരു ദൈവാധീനം കടാക്ഷിച്ചു നിൽക്കുന്നു. അതുപോലെ വീട് പണിയൊക്കെ ചെയ്യുന്നവർക്ക്, പുതിയതായിട്ട് കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കും നല്ല സമയം. അവർക്ക് മണി അലോക്കേഷൻസ്, സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ ഒക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വൃശ്ചികക്കൂർ നക്ഷത്ര ജാതകർക്ക് പൊതുവെ സമാധാനവും ഐശ്വര്യവുമുള്ള ഒരാഴ്ചയാണ് വരാൻ പോകുന്നത്. അടുത്തതായി ധനു കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ മൂലം, പൂരാടം, ഉത്രാടം കാൽഭാഗം. ഈ ധനുക്കൂർ നക്ഷത്ര ജാതകര് കുറച്ച് ദൈവാധീനം ആർജിച്ചെടുക്കേണ്ട ഒരു സമയമാണ് അടുത്ത ഒരാഴ്ച. അവർക്ക് ദൈവാധീനം ഒരല്പം കുറഞ്ഞു നിൽക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അപ്പം പ്രത്യേകിച്ച് ഹനുമാൻ സ്വാമിയെ ഒന്ന് പ്രാർത്ഥിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. അതുപോലെ തന്നെ വിഷ്ണു സഹസ്ര നാമം ദിവസവും ജപിക്കുന്നതും വളരെ നന്നായിരിക്കും. ശിവ പഞ്ചാക്ഷരം ദിവസവും ജപിക്കുക. അങ്ങനെ ദൈവാധീനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചെറിയ തടസ്സങ്ങളൊക്കെ പൂർണ്ണമായും മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതായത് ധനുക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കർമ്മരംഗത്തുള്ള ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഒരാഴ്ച കാണിക്കുന്നതാണ്. അതുപോലെ കുടുംബത്ത് ചെറിയ രീതിയിലുള്ള വഴക്കിനുള്ള സാധ്യതകൾ. അപ്പോൾ നിങ്ങളുടെ ഒരു സംസാര രീതികളൊക്കെ ഒന്ന് ലഘൂകരിക്കുക, ഒന്ന് മിതപ്പെടുത്തി സംസാരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഭാഗ്യപരമായിട്ട് ചെറിയ തോതിൽ തടസ്സം നേരിടാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. പക്ഷെ ആരോഗ്യപരമായിട്ട് നല്ല സമയമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ ക്ലേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ധനുക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് ചെറിയ തോതിൽ തടസ്സം നേരിടുമെങ്കിലും പ്രാർത്ഥനയിലൂടെ ആ തടസ്സങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഹനുമാൻ സ്വാമിയെ പൂർണ്ണമായും പ്രാർത്ഥിക്കുക. അതുപോലെ ദമ്പതികൾക്കിടയിലുള്ള അഭിപ്രായ ഭിന്നത ചിലപ്പോൾ കൂടി നിൽക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങളൊരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നല്ല രീതിയിൽ ഒരു പ്രോപ്പർ റെസ്പെക്റ്റോട് കൂടി പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നു. ഇതൊക്കെയാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് അടുത്ത ഒരാഴ്ചത്തെ ഫലം. അടുത്തതായി മകരക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ ആഴ്ചഫലം നമുക്ക് നോക്കാം. മകരക്കൂർ നക്ഷത്ര ജാതകരായ ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം പകുതി.
ഇവർക്ക് വളരെ നല്ല സമയമാണ്. പ്രത്യേകിച്ച് ശനി ഭഗവാന്റെ പൂർണ്ണമായ അനുഗ്രഹം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തതുപോലെ ഇവർക്ക് ശനിയുടെ പൂർണ്ണ അനുഗ്രഹമുള്ള ഒരു സമയം കൂടിയാണ്. ഈ ഒരു ശനിമാറ്റം ഇവർക്ക് നല്ല രീതിയിൽ അനുഗ്രഹ സ്ഥാനത്തേക്കാണ് വന്നിരിക്കുന്നത്. അപ്പം പൂർണ്ണമായും തടസ്സങ്ങളൊക്കെ മാറി നല്ല ഒരു ശ്രേണിയിൽ മുൻപോട്ട് എത്തിച്ചേരാനുള്ള ഭാഗ്യം അവർക്ക് കിട്ടുന്നതാണ്. അടുത്ത ഒരാഴ്ച ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നു. പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക്, ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല സമയം. നല്ല രീതിയിലുള്ള ബിസിനസ് റിട്ടേൺസ് ഒക്കെ കിട്ടാനുള്ള ആ ഒരു ഭാഗ്യം ഉണ്ടാവുന്നു. പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും വളരെ നല്ല സമയമാണ്. ബിസിനസ് എക്സ്പാൻഷൻ ഒക്കെ അങ്ങനെയുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കാനും നിങ്ങൾക്ക് സഹായകരമാകുന്ന ഒരു ആഴ്ചയാണ്. അതുപോലെ ദാമ്പത്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള ക്ലേശങ്ങളൊക്കെ മാറുന്നു. വിവാഹം ആലോചിച്ച് നടക്കാത്തവർക്കൊക്കെ നല്ല രീതിയിലുള്ള ബന്ധം വന്നെത്തിച്ചേരാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകാനുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട്. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്കൊക്കെ നല്ല സമയമാണ്. അതുപോലെ ഹയർ സ്റ്റഡീസിനൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വളരെ നല്ല സമയമാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക്. ആരോഗ്യപരമായിട്ടും ചെറിയ രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതുപോലെ അൺനെസസറി ടെൻഷൻസ്, അങ്ങനെയുള്ള മാനസിക പിരിമുറുക്കം, ഇതൊക്കെ ഒന്ന് നിയന്ത്രിച്ച് നിർത്തുവാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഞാനിപ്പോൾ പറയുന്ന നക്ഷത്ര ഫലം, ഇപ്പം ആഴ്ച ഫലം, ഇത്രയും നക്ഷത്ര ജാതകരുടെ പൊതുവായിട്ടുള്ള ഫലമാണ് ഞാൻ പറയുന്നത്. ഇതിപ്പം 100% എല്ലാവർക്കും ഇത് വർക്കൗട്ട് ആവുമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം നിങ്ങളുടെ ജന്മസമയത്തുള്ള ഗ്രഹസ്ഥിതികൾ, അതുപോലെ ദശാസന്ധി, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇതിന് ഏറ്റക്കുറച്ചിലുകൾ തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്. അപ്പം ഇത് പൊതുവായിട്ടുള്ള ഒരു ഫലമാണ് ആഴ്ചഫലമാണ് ഞാൻ പറയുന്നത്. അടുത്തതായി കുംഭക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ അവിട്ടം പകുതി, അതുപോലെ ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഭാഗം, ഇവർക്ക് ചെറിയ തോതിൽ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കർമ്മരംഗത്ത് ഒന്ന് പ്രത്യേകം ജാഗ്രതയോടുകൂടി പോകേണ്ടത് വളരെ നല്ലതാണ്. പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് കിട്ടാൻ ഉള്ള ഒരു കാലതാമസം ഈ ഒരാഴ്ച കാണിക്കുന്നുണ്ട്. അതുപോലെ ഹയർ സ്റ്റഡീസിനൊക്കെ പോകുന്നവർക്ക് അതിന് പൂർണ്ണമായിട്ടുള്ള ഒരു ദൈവാധീനം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചെറിയ തോതിൽ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കസ്റ്റമേഴ്സിനെയൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. കസ്റ്റമേഴ്സിനെ പൂർണ്ണമായും ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ കീപ്പ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് മുൻപോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. അതുപോലെ പണം ഇടപാടുകൾ അങ്ങേയറ്റം ശ്രദ്ധയും ജാഗ്രതയും വേണം. പണം കടം കൊടുക്കുകയാണെങ്കിൽ അത് തിരിച്ചു കിട്ടാനുള്ള പോസിബിലിറ്റീസ് വളരെ വിദൂരമായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ബന്ധുമിത്രാദികൾ പോലും ചിലപ്പോൾ ശത്രുക്കളാകാനുള്ള സാധ്യത നിങ്ങളുടെ ആ ഒരു സംഭാഷണത്തിലൂടെ ചിലപ്പോൾ ഉണ്ടായേക്കാം. അപ്പം സംഭാഷണങ്ങളൊക്കെ ഒന്ന് ലഘൂകരിച്ച് പോവുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അതുപോലെ കുടുംബത്ത് നല്ല രീതിയിലുള്ള ശാന്തതയും സമാധാനവും തീർച്ചയായും ഉണ്ടാകുന്നതാണ്. അപ്പൊ ബന്ധുമിത്രാദികൾ ചിലപ്പോൾ വീട്ടില് വിരുന്നുകാരായി വരാനുള്ള ചിലപ്പോൾ ആ ഒരു ഭാഗ്യം, അങ്ങനെയുള്ള കുടുംബപരമായിട്ടുള്ള ഒത്തുകൂടൽ, ഇതിനുള്ള ഭാഗ്യങ്ങളൊക്കെ കുംഭക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ നക്ഷത്ര ജാതകർ ഒന്ന് ശ്രദ്ധിക്കുക. അവരുടെ സംഭാഷണം മാത്രം നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ചിലപ്പോൾ ബന്ധുക്കൾ പോലും ശത്രുക്കളാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നത് കൊണ്ട് പ്രത്യേകം നിങ്ങളുടെ സംഭാഷണങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ധനപരമായിട്ടുള്ള ഇടപാടുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ 2 തവണ ആലോചിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യുക. ബിസിനസ് എക്സ്പാൻഷൻ ഒക്കെ പ്ലാനിങ് ഒക്കെ ഉള്ളവർക്ക് നല്ല സമയം തന്നെയാണ്. അപ്പം ഒന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം ഒരു തീരുമാനത്തിൽ എത്തിപ്പെടുവാണെങ്കിൽ വളരെ നല്ലതാണ്. അടുത്തതായി മീനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ പൂരുരുട്ടാതി കാൽഭാഗം, അവസാന കാൽഭാഗം, അതുപോലെ ഉത്രട്ടാതി, രേവതി നക്ഷത്രം, ഇവർക്ക് നല്ല രീതിയിലുള്ള ദൈവാധീനം, ശിവ ഭഗവാന്റെ കടാക്ഷം, വിഷ്ണു ഭഗവാന്റെ കടാക്ഷം നല്ല രീതിയിൽ ഉള്ള ഒരു കിട്ടാൻ പോകുന്ന ഒരു സമയമാണ് അടുത്ത ഒരാഴ്ച. നല്ല ദൈവാധീനമുണ്ട്. ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറി നിൽക്കുന്നു. അതുപോലെ ശത്രു സംബന്ധമായി ഉള്ള തടസ്സങ്ങളൊക്കെ ഇവർ നേരിട്ടുകൊണ്ടിരുന്നതാണ് കഴിഞ്ഞ ഒരാഴ്ച വരെ. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ മാറി നിൽക്കുന്നു. പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ സഹോദരങ്ങൾക്കും വളരെ നല്ല സമയം തന്നെയാണ്. അവർക്ക് ഹയർ സ്റ്റഡീസിനൊക്കെ പോകാൻ പ്ലാനിങ് ഉള്ളവർ, അതുപോലെ വിവാഹമൊക്കെ ആലോചിക്കുന്നവർക്ക് നല്ല സമയമാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ മാതാപിതാക്കൾ, അവർക്ക് ചെറിയ രീതിയിലുള്ള ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പൊതുവെ
ആരോഗ്യപരമായി ബുദ്ധിമുട്ടുകൾ മീനക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നം, അതുപോലെ അനാവശ്യമായിട്ടുള്ള ടെൻഷൻസ്, മാനസിക പിരിമുറുക്കം, അതുപോലെ പെട്ടെന്നുള്ള ദേഷ്യം, ക്ഷീണം, അലസത ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അല്ലാതെയുള്ള തടസ്സങ്ങളൊന്നും ഉണ്ടാകുന്നതല്ല. സാമ്പത്തികപരമായിട്ടുള്ള നേട്ടം, ഭാഗ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു. പക്ഷെ ചിലവുകൾ, ഒരുപാട് ചിലവുകൾ, കൈവിട്ടുള്ള ചിലവുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഈ മീനക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ചിലവുകളൊക്കെ ഒന്ന് നിയന്ത്രിച്ചു പോവുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും. ഹയർ സ്റ്റഡീസിനൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമാണ്. പൂർണ്ണമായ ദൈവാധീനമുണ്ട്. അവർക്ക് നല്ല രീതിയിലുള്ള കോഴ്സുകളൊക്കെ സെലക്ട് ചെയ്തെടുക്കാനുള്ള ഭാഗ്യം, ആ ഒരു അനുഗ്രഹം ഉണ്ടാകുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്കും വളരെ നല്ല സമയമാണ്. നല്ല രീതിയിലുള്ള ബന്ധം വന്ന് ചേരാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നു. കുടുംബത്ത് സമാധാനം, ഐശ്വര്യം എന്നിവ നിലനിൽക്കും. ദമ്പതികൾക്കിടയിലുള്ള വഴക്കുകളൊക്കെ മാറി നല്ല രീതിയിലുള്ള ഒരു ശാന്തത മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ ഈ ഒരാഴ്ച നിങ്ങൾക്ക് ആ ഒരു പൂർണ്ണമായ ദൈവാധീനം ഉണ്ടാകുന്നതാണ്. ഇതൊക്കെയാണ് അടുത്ത ഒരാഴ്ചത്തെ ഈ 27 നക്ഷത്ര ജാതകർക്കുള്ള ഫലം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ പരമാവധി വീഡിയോസ് ഒന്ന് ലൈക്ക് കൂടി ചെയ്തു പോവുക. എല്ലാവർക്കും നല്ലൊരാഴ്ച നേരുന്നു. നന്ദി, നമസ്കാരം.